പശ്ചിമേഷ്യ പക്ഷേ നമ്മളെ വല്ലാത്ത നമ്മുടെ സമാധാനം കെടുത്തുന്നു. ടെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള മലമ്പ്രദേശമായ ഫോർദോയിൽ സ്ഥിതി ചെയ്യുന്ന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം അമേരിക്ക ഇന്നലെ രാത്രി ആക്രമിച്ചു. എന്താണ് ഫോർദോ? എന്തുകൊണ്ടാണ് ഫോർദോ തന്നെ തകർക്കാൻ അമേരിക്ക തീരുമാനിച്ചത്? ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ഏകദേശം 96 കിലോമീറ്റർ അകലെയാണ് ക്വോം പ്രവിശ്യ. ഇവിടെയുള്ള ഒരു പർവ്വത പ്രദേശത്താണ് ഇറാനിലെ രണ്ടാമത്തെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലൊന്നായ ഫോർദോ സ്ഥിതി ചെയ്യുന്നത്. നദാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായെങ്കിലും ഫോർദോയിലെ സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ ഇന്നലെ വരെ ഇസ്രായേലിനായിരുന്നില്ല. ഭൗമോപരിതലത്തിൽ നിന്നും 80 മുതൽ 90 മീറ്റർ വരെ ആഴത്തിൽ 2 ടണലുകളിലായാണ് ഈ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനമെന്നതാണ് ഇതിന് കാരണം. ആഴമായിരുന്നു പ്രധാന വെല്ലുവിളി. അമേരിക്ക ഇവിടേക്കാണ് 6 B-2 ബോംബറുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഭൗമോപരിതലത്തിലേക്ക് ആഴത്തിൽ തുളച്ചു കയറാനാകുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആക്രമണത്തിന് ആവശ്യമായിരുന്നു. ഇസ്രായേലിന്റെ കൈവശമുള്ള ബങ്കർ ബസ്റ്ററുകൾക്ക് 10 മീറ്റർ അടി താഴത്തിൽ മാത്രമേ പ്രവർത്തിക്കാനാവുകയുള്ളൂ. എന്നാൽ അമേരിക്കയുടെ കൈവശം അത്തരത്തിലുള്ള ഒരു ബോംബുണ്ട്. 13,000 കിലോഗ്രാം ഭാരമുള്ള GBU-57 എന്ന മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ MOP. പൊട്ടിത്തെറിക്കുന്നതിന് മുൻപായി ഭൗമോപരിതലത്തിൽ നിന്നും 61 മീറ്റർ ആഴത്തിലേക്ക് തുളച്ചു കയറാൻ അതിനാകും. എന്നാൽ ഒരൊറ്റ MOP ഉപയോഗിച്ചുള്ള പ്രഹരത്തിലൂടെ ഫോർദോ നശിപ്പിക്കാനാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. തുരങ്കങ്ങൾ 90 മീറ്റർ താഴ്ചയിലാണെന്നതാണ് അതിന് കാരണം. 6.2 മീറ്റർ നീളമുള്ള ബങ്കർ ബസ്റ്റർ MOP ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ഏക അമേരിക്കൻ ബോംബറാണ് B-2. ഫോർദോയിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമടക്കം 3 ആണവ കേന്ദ്രങ്ങൾ B-2 ബോംബറുകൾ ഉപയോഗിച്ച് അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. റിസർച്ച് ഡെസ്ക് 24.